ഹലോ എവരിവൺ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമുക്ക് അജയേട്ടനെയും ഈ കാണുന്ന അജയേട്ടനെയും നയനീച്ചിയെയും മിന്നുനെയും ചിന്നുനെയും കാണാനായിട്ടാണ് പോകുന്നത്. സർപ്രൈസ് ആയിട്ട് പോകാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇവിടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കാരണം നമുക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. അന്നേരം തന്നെ ചേച്ചിക്ക് മനസ്സിലായി നമ്മൾ വരുവാണെന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മാവുങ്കാലേക്ക് പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇതാണ് നയനേച്ചിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഖത്തറിൽ സുനിതേച്ചി, ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ചേച്ചി വഴിയാണ് ഞാൻ നയനേച്ചിയും അജയേട്ടനെയും ഒക്കെ പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെട്ടത് മുതൽ ഇന്ന് വരേക്കും ഞങ്ങൾ എപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ചേച്ചിയെ വിളിക്കും. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയും ചേട്ടനെയും പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തത് അജയേട്ടൻ്റെ വീട്ടിലെത്തുമ്പോൾ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ സെറ്റ് ചെയ്ത് പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാം മറന്നു. ഇത് ഖത്തറിലുണ്ടായിരുന്ന മിന്നുവാണ്. ഇപ്പോൾ മിന്നുവിൻ്റെ ചേഞ്ചസ് കാണണ്ടേ. ഇപ്പോൾ ആൾ വലിയ കുട്ടിയായിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ മിന്നു. ഇനി ഒരു ചെറിയ ആളും കൂടി ഉണ്ട്, ചിന്നു. ആൾ നല്ല സ്മാർട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അജയേട്ടൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് അജയേട്ടനും ചേച്ചിയും കുട്ടികളും കൂടി ഞങ്ങളെ കൊണ്ടുപോയത് മഞ്ഞമ്പൊതിക്കുന്ന് ഹിൽ സ്റ്റേഷൻ കാണാനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഹെവൻ ഓൺ എർത്ത് എന്ന് തന്നെ പറയാം. പക്ഷേ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് ഫുൾ കാണാം. ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ്. ഹോസ്ദുർഗിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിത്യാനന്ദ ആശ്രമത്തിലേക്ക്. അവിടെ നിന്ന് നേരെ പോയത് ഒറിക്സിലേക്കാണ്. ഒറിക്സ് വില്ലേജ് കാഞ്ഞങ്ങാടുള്ള ഏറ്റവും നല്ലൊരു ഹോട്ടലാണിത്. കിടിലൻ ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. 6 വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. 1.5 ഏക്കറോളം സ്ഥലത്താണ് ഇത് ഉള്ളത്. ഡിഫറെൻറ്റ് വൈബാണ് ഇവിടെ. പകല് വരണം കേട്ടോ. നമുക്കിപ്പോൾ ലേറ്റായി പോയത് കാരണം, എന്നാലും നൈറ്റ് അതൊരു വേറൊരു വൈബാണ്. ഇവിടെ വന്നാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും വ്ളോഗും പാർട്ടീസ് അങ്ങനെ പലതരം യൂസസ് ഉണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാർ അതിനൊക്കെ എത്താറുമുണ്ട്. റെസ്റ്റോറൻറ്റ് മാത്രമല്ല, കഫേ, പാർട്ടി ഹാൾസ്, കുട്ടികൾക്കായിട്ട് പാർക്ക്, അതുപോലെ പാരൻസിനാണെങ്കിൽ ജിമ്മ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ, എല്ലാവരും പറഞ്ഞ് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ഡെത്ത് ബൈ ചോക്ലേറ്റ് നല്ല സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നോണൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ബട്ടർ ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ നോൺ ഐറ്റംസ് ഒത്തിരി ഉണ്ട്. നല്ല കിടിലൻ ഫുഡാണ്. ഇവിടുത്തെ സ്റ്റൈല് തന്നെ ഡിഫറെൻ്റ് ആണ്. ഗാർഡൻസൊക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ. അതുപോലെ ലൈവ് ഫിഷൊക്കെ അവൈലബിൾ ആണ്. ചിന്നു പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങളിവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും നല്ല തിരക്കാണെന്ന്.
മലബാറിലെ തന്നെ ഏറ്റവും വലിയൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണിത്. ഇവിടെ കോണ്ടിനെൻ്റൽ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഫുഡ് അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും. സൗത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് കുക്ക്ഡാണ് കേട്ടോ ഇവിടെ ഉള്ളതും. അതുപോലെ പാർട്ടി ഹാളുണ്ട്. പാർട്ടി ഹാളിനൊന്നും സെപ്പറേറ്റ് ചാർജ് ഒന്നുമില്ല. പ്രയർ ഹാളുണ്ട്, കിച്ചൺ ടൂറുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റിയുള്ള നല്ലൊരു അടിപൊളി വൈബോട് കൂടിയ ഒരു റെസ്റ്റോറൻ്റാണ് ഒറിക്സ് വില്ലേജ്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഫുഡിനായിട്ട് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. നല്ല തിരക്കുള്ളത് കാരണം കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കില്ല, പാർക്കുള്ളത് കാരണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അജയേട്ടനും ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്തു ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇനി വരുമ്പോൾ നമുക്ക് ഈ മാവുങ്കാല ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് ബൈ യുവർ അഞ്ജു. ബൈ ബൈ.